ലാലേട്ടൻ പോയതിന് ശേഷം അക്ബറും ഷാനവാസും തമ്മിലുള്ള ഒരു ഭാഗമുണ്ട് കേട്ടോ. അത് വളരെ രസകരമായിട്ടാണ് പ്രേക്ഷകരിലേക്ക് ബിഗ് ബോസ് എത്തിച്ചിരിക്കുന്നത്. ഷാനവാസും അക്ബറും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുന്നു, പോരുണ്ടാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നായ എന്ന് പറയുന്നു, കണ്ടാമൃഗ എന്ന് പറയുന്നു, അങ്ങനെ എന്തൊക്കെയോ വാക്കുകളൊക്കെ പറയുമല്ലോ, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ആഴ്ചയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടാളും കൂടി ഹഗ് ചെയ്യുന്ന രംഗമാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ ഇതൊക്കെ ഒരു ഗെയിമാണ്, അവർ ഗെയിമിന് വേണ്ടി കളിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞവരൊക്കെ നല്ല സുഹൃത്തുക്കളായി തന്നെ മുന്നോട്ട് പോകുക, കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ സീസൺ കേട്ടോ. ഇപ്പോൾ പോയവരുടെ കാര്യമല്ല, ഇപ്പോൾ ഉള്ളവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അത്തരത്തിലാണ്. അപ്പോൾ ഷാനവാസ് അക്ബറും കൂടി പറയുന്നുണ്ട്, ഇതിനേക്ക് വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് പടച്ചിറബേ നമ്മൾ കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ. ഗെയിം കളിക്കാൻ വരുമ്പോൾ അങ്ങനെയല്ല, ഇമോഷണലി നമുക്ക് കണക്ഷൻ വെച്ചിട്ടൊന്നും നമുക്ക് ഗെയിം കളിക്കാൻ പറ്റൂല. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ മനസ്സ് കല്ലാക്കി തന്നെ കളിക്കണം. അനീഷ് കളിച്ച പോലെ, അനീഷ് തുടക്കം മുതൽ അങ്ങനെ മനസ്സ് കല്ലാക്കി കളിച്ചു. അവസാനത്തിയപ്പോൾ കുറച്ച് സോഫ്റ്റായി വന്നപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോയി. അവരുടെ സൗഹൃദത്തിലുള്ള ആഴത എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പുറത്തായേക്കാം. ആരാകും എന്താകും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.